മനോഹാരിതയുടെ മാറ്റുകൂട്ടുന്നു. വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള ഇവരുടെ ഭാവി പ്രതീക്ഷ കൂടിയാണ് ഈ വെള്ളച്ചാട്ടം. പാമ്പാക്കുടയുടെ പ്രധാന വികസന പദ്ധതികളെ കുറിച്ച് വളരെ ചുരുക്കം വാക്കുകളൊന്ന് പറയാമോ? ജനങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭവന നിർമ്മാണത്തിനാണ് ഞങ്ങൾ കൂടുതൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. വിശിഷ്യ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമെല്ലാമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷം വീട് നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയയ്ക്കാണ് ഞങ്ങൾ ആക്കം കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. പാമ്പാക്കുടയുടെ വികസന പദ്ധതികളെ കുറിച്ച് കൂടുതൽ അറിയാം, ദൃശ്യങ്ങൾ കാണാം. എല്ലാവർക്കും തലചായ്ക്കാൻ ഒരിടം, 3 നേരം ആഹാരം, നാണം മറയ്ക്കാൻ വസ്ത്രം. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്തിൽ 266 ടോട്ടൽ ഭവനരഹിതരുണ്ടായിരുന്നു. 266 പേർക്കും സമ്പൂർണ്ണ ഭവനം നൽകുക എന്നുള്ള ലക്ഷ്യവുമായാണ് ഈ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ചോർന്നൊലിക്കുന്ന കുടിലുകളിലും ഒരു നേർത്ത ഭിത്തിയുടെ അപ്പുറവും ഇപ്പുറവും 2 കുടുംബങ്ങളായി ലക്ഷം വീടുകളിൽ താമസിച്ചിരുന്നവർക്കും മറ്റും വാസയോഗ്യമായ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് തങ്ങളുടെ വികസനത്തിന്റെ ആദ്യപടിയെന്ന് പഞ്ചായത്ത് അധികൃതർ മനസ്സിലാക്കി. ഇതിനായി 3 പദ്ധതിയാണ് അവർ തിരഞ്ഞെടുത്തത്: ലക്ഷം വീട് പദ്ധതി, ആശ്രയ പദ്ധതി, EMS പദ്ധതി. 2008-2009 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ 3 പദ്ധതിക്കും പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. ലക്ഷം വീട് പദ്ധതിയിലും EMS പദ്ധതിയിലും പെടുത്തി ജനറൽ വിഭാഗത്തിന് 75,000 രൂപയും, SC വിഭാഗത്തിന് 1 ലക്ഷം രൂപയും, ST വിഭാഗത്തിന് 1,25,000 രൂപയുമാണ് കൊടുക്കാൻ കഴിയുക. ലക്ഷം വീട് പദ്ധതി പ്രകാരം 41 ലക്ഷം രൂപ ചെലവഴിച്ച് 49 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. EMS പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത 266 കുടുംബങ്ങളിൽ 35 കുടുംബങ്ങൾക്ക് വീട് നൽകി കഴിഞ്ഞു. കൂടാതെ ആശ്രയ പദ്ധതി പ്രകാരം 1 ലക്ഷം രൂപ വീതം നൽകി 13 കുടുംബങ്ങൾക്ക് കൂടി പഞ്ചായത്ത് വീട് വെച്ചു കൊടുത്തു. ചെമ്മൺകട്ട അടുക്കുകളെ വീടാക്കുന്നത് അതിന്റെ സ്വകാര്യതകളാണ്. എന്താണെങ്കിലും അമ്മിണി ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വീടിന്റെ സ്വകാര്യതകൾ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലാണ്. പണ്ട് 2 വീട് ചേർത്ത് ഒരു വീടായിരുന്നില്ലേ? ഇല്ലേ? അതിനെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? അതിനെന്ത് ആകെ ഞങ്ങൾക്ക് കിട്ടി. കുറച്ച് താമസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട് പൊട്ടിപ്പൊളിഞ്ഞു. അപ്പൊ അപ്പുറത്തൊന്ന് മുട്ടി ഇപ്പുറത്ത് മണ്ണൂരിന്റെ ആടും, ഇപ്പുറത്തുനിന്ന് എന്തെങ്കിലും നമ്മളൊരു ആണി അടിച്ച് എവിടെയും വെക്കാൻ കഴിഞ്ഞാൽ അപ്പുറത്ത് മണ്ണൂരിന്റെ ആടും. അപ്പൊ അവര് വിളിച്ചു ചോദിക്കും എന്താണ് അവർ ചെയ്യുന്നതെന്ന്, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ എല്ലാം കൊണ്ട് സൗകര്യക്കുറവായിരുന്നു. നമുക്ക് അപ്പുറത്തേക്കൊന്ന് മാറണമെങ്കിൽ അങ്ങനെ സ്ഥലമില്ല. ഇപ്പം നമുക്ക് വിടുവീച്ചായപ്പോൾ ഇപ്പുറത്തെ ചുറ്റും വന്ന് എന്തെങ്കിലും ഒരു മിറ്റ അടിക്കാനാണെങ്കിലും മാറാനാണെങ്കിലും ഒക്കെ സൗകര്യമുണ്ട് നമുക്ക്. ഞങ്ങളുടെ വീട്ടിൽ ഉറക്കം എന്തെങ്കിലും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാർ വിളിച്ചു ചോദിക്കും എന്താ അവിടെ കിടത്തി ഉറക്കൂല്ലേ, കിടക്കാൻ വേലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇപ്പൊ ഒറ്റയ്ക്ക് വീടായപ്പോ ആ പ്രശ്നം വന്നില്ല. ആർക്കും വിഷമം കൂടാതെ നമുക്ക് സന്തോഷമായിട്ട് സംസാരിക്കുകയോ വർത്താനം പറയുകയോ ഒക്കെ ചെയ്യാമല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകളെ ഭവന നിർമ്മാണത്തിൽ കാര്യക്ഷമമായി ഉപയോഗിച്ചതാണ് ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പദ്ധതിയിൽപ്പെടുന്ന 80ഓളം പേർ തങ്ങളുടെ കൈയും മെയ്യും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഗുണഭോക്താവിന് ഒരു നല്ല തുക കൂലി ഇനത്തിൽ ലാഭം. ശരിക്കും EMS ഭവന പദ്ധതി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു വീടിന്റെ അവസ്ഥ? എങ്ങനെയായിരുന്നു? ഓടിട്ട വീടായിരുന്നു. അത് ഒരു ഭാഗം മുഴുവൻ കാറ്റത്ത് പല പ്രാവശ്യമായിട്ട് അത് പോയ വീടാണ്. ഞങ്ങൾ പലയിടത്തും വീടിന് വേണ്ടി ഞങ്ങൾ ചെന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഞങ്ങളുടെ കുടുംബശ്രീയുടെ കൃഷിക്ക് വേണ്ടി പ്രസിഡന്റ് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് 75,000 രൂപ തന്ന് സഹായിക്കുകയായിരുന്നു. ഈ 75,000 രൂപ കൊണ്ട് നമുക്കൊരു പെര പണിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഈ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പുകാരെ കൊണ്ട് ഞങ്ങളെ സഹായിച്ചാണ് ഞങ്ങൾക്ക് ആ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 മുറി ഒരു കക്കൂസ് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം കക്കൂസ് കൊണ്ട് ഒരു വീട് കൊണ്ട് പണി ഞങ്ങൾ അവർക്ക് ആഹാരം മാത്രം വെച്ചു കൊടുക്കുമായിരുന്നു. തങ്ങളുടെ പഞ്ചായത്തിലെ അവസാന വ്യക്തിക്കും തലചായ്ക്കാൻ വാസയോഗ്യമായ ഒരു വീട് എന്നുള്ളതാണ് ഇവരുടെ സ്വപ്നം. ഈ വർഷാവസാനത്തോടെ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാകുമെന്നുള്ള സത്യമാണ് ഇപ്പോൾ ഇവരെ നയിക്കുന്നത്. ഇനി ചർച്ചകളുടെ സമയമാണ്. നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. RVG മാഷ്, ഭവന നിർമ്മാണത്തിനാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് ജനങ്ങളിൽ നിന്ന്, ആണോ? ഞങ്ങൾ മുൻഗണനാക്രമങ്ങൾ ഒത്തിരി ഞങ്ങളുടെ മുമ്പിൽ വന്നു. എങ്കിലും ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായി പഞ്ചായത്ത് ഭരണസമിതിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഭവന നിർമ്മാണമാണ് എന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. വീടില്ലാത്തവരാരും ഉണ്ടാകരുത്, വീടില്ലാത്ത ആരും ഞങ്ങളുടെ പ്രദേശത്തുണ്ടാവരുത് എന്നതാണ്. 370 പേരാണ് ഭവനരഹിതരുടെ എണ്ണമായിട്ട് ഈ ചോദ്യാവലിയിൽ എഴുതി. 370 പേരാണോ? അത് തന്നെയാണ്. അതില്
49 ഗുണഭോക്താക്കൾ MN ലക്ഷം വീട് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഉൾപ്പെടുന്നതാണ്. 266 പേര് ജനറൽ കാറ്റഗറിയിൽ വേറെ വീടില്ലാത്തവരായിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷം വീട് പദ്ധതിയിൽ നേരത്തെ 2 കുടുംബങ്ങൾക്ക് വേണ്ട ട്വിൻ ഹൗസസ് ആയിട്ടാണ് പണിതരുന്നത് ഇല്ലേ? ഒരു ചുമരിന്റെ ഇപ്പുറത്തൊരു വീട്, മറുഭാഗത്ത് വേറെ ഒരു കെട്ടിടത്തിന്റെ അകത്ത് 2 കുടുംബം. അതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് ചിലർ പറഞ്ഞത്. ഈ വലിയ ഫാഷനബിൾ ആയിട്ടുള്ള ഫ്ലാറ്റുകളിലൊക്കെ അങ്ങനെയല്ലേ? ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 2 കുടുംബങ്ങൾക്കിടയിൽ ഒരു ചുമരല്ലേ കാണുള്ളൂ. പക്ഷെ അതിന്റെ അകത്തുണ്ടാകുന്ന ഒരു ബിൽഡിങ്ങിനുള്ള ഒരു ഉറപ്പും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഒരു സ്വകാര്യതയും അവരുടെ ഒരു ഓണർഷിപ്പും ഒന്നും ഇപ്പൊ നമ്മൾ ആദ്യം പിക്ചറിൽ കണ്ട ലക്ഷം വീടിന് ഉണ്ടായിരുന്നില്ല. ഓണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉടമസ്ഥത അവർക്കുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ സ്ഥലത്തെ തമ്മിലുള്ള തർക്കം, കെട്ടിടത്തിൽ ഏതെങ്കിലും ഒരു വശത്ത് താമസിക്കുന്നയാൾക്ക് ഒരല്പം പൈസ കയ്യിലുണ്ട്, അത് തന്റെ വീടിന്റെ ഭാഗം ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയതൊന്ന് നന്നാക്കാം എന്ന് കരുതിയാൽ അതേ ബിൽഡിങ്ങിന്റെ ഇപ്പുറത്തുള്ളയാളുടെ ഓണർഷിപ്പ് വേറെയാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം? അവര് പണിയിക്കാൻ സമ്മതിക്കില്ല. അതിനെന്താ? ഒരു ഭിത്തിയാണ്, നടുക്കൊരു ഭിത്തിയാണ്. ആ ഭിത്തി സർ 1972 MN ഗോവിന്ദൻ നായരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ഈ 2009 മധ്യത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ അത് നാമമാത്രമായ രൂപത്തിൽ, പേരിന് മാത്രം ഒരു ഭിത്തി എന്ന രൂപത്തിലായിരുന്നു. അത് കംപ്ലീറ്റ് ഞങ്ങൾ പൊളിപ്പിച്ചു. അതിനുശേഷം ഓരോരുത്തർക്കും 4 സെന്റിന്റെ വീതം പട്ടയമാണ് അവരുടെ കയ്യിലിരുന്നത്. പട്ടയം കൊടുക്കുകയാണോ അവർക്ക്? അല്ല, 4 നേരത്തെ ഉണ്ടായിരുന്നതാണ്. പട്ടയമൊക്കെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ 4 അവരവരുടെ ഉടമസ്ഥതയിലുള്ള 4 സെന്റ് ഭൂമിയിൽ ഇവിടെ കാണിച്ച രൂപത്തിലുള്ള വലിപ്പത്തിലുള്ള ഒരു സംശയമുണ്ട്. ഈ വീട് ഇവർക്ക് വിൽക്കുകയോ പണയപ്പെടുത്തുകയോ ചെയ്യാനുള്ള അവകാശമില്ല. ഇല്ല, അത് ഉറപ്പാണല്ലോ. ഉറപ്പാക്കിയിട്ടുണ്ട്. 10 വർഷക്കാലത്തേക്ക് 1 ലക്ഷം വീടുകൾ കൈമാറാനോ ലക്ഷം വീട് വിൽക്കാനോ ഗവൺമെന്റ് നടപടിക്രമത്തിൽ അകത്ത് തന്നെ കൈമാറാൻ പാടില്ല എന്ന നോംസ് ഉണ്ട്. പക്ഷെ പലയിടത്തും അത് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഞങ്ങൾ അവരുമായിട്ടൊരു എഗ്രിമെന്റ് പഞ്ചായത്തുമായി വയ്പ്പിച്ചിരിക്കുന്നത്, ഒരു കാരണവശാലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഗുണഭോക്താവ് വീട് വിൽക്കുകയോ അനന്തരാവകാശികൾ കൈമാറി മാറി താമസിക്കാം എന്നതിലപ്പുറം അത് നശിപ്പിച്ച് കളയാൻ കഴിയുന്ന രൂപത്തിലേക്ക് കൈമാറരുതെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ചെയ്തതിൽ അഭിനന്ദിക്കുന്നു. ഈ വീടുകളുടെ പണിയും NREGS തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി അതിന്റെ നോംസിന് വിധേയമായിക്കൊണ്ട് കുറേയധികം വർക്കുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഈ വാരം വെട്ടല്, അതിൻ്റെ അകത്ത് മണ്ണ് ഫില്ല് ചെയ്യല്, റോഡ് സൈഡിലാണ് ഈ റോ മെറ്റീരിയൽ എല്ലാം കൊണ്ടുവന്ന് ഇറക്കുന്നത്, ആ സാധനമെല്ലാം ഈ സ്പോട്ടിലേക്ക് ചുമന്ന് കൊണ്ടിടല് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയുമായി ലിങ്ക് ചെയ്യിച്ചാണ് ഞങ്ങൾ ചെയ്തത്. അത് NREGS വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാം. അതിന് ഈ കല്ലിറക്കുന്നതിനും ചുമക്കുന്നതിനും ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം ചെയ്തത് 49 ഗുണഭോക്താക്കളെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ആദ്യം പഞ്ചായത്തിൽ യോഗം കൂടി, പിന്നെ 5 കോളനികളിലായിട്ടാണ് ലക്ഷം വീട് നിർമ്മിക്കുന്നത്. ഈ 5 കോളനി ബേസ്ഡ് ഞങ്ങൾ കമ്മിറ്റി ചേർന്നിരുന്നു. ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ പുറംപണിക്ക് പോയാൽ കിട്ടുന്ന കാശ് എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ കൂടി മാൻ പവർ വിനിയോഗിക്കണം എന്ന് കർശനമായി അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പൊ ആ കുടുംബ അംഗങ്ങൾ കൂടി തൊഴിലുറപ്പിൽ കാർഡെടുക്കുകയും ഇല്ലാത്ത ആളുകൾ കൂടി അവരുടെ മാൻ പവർ ഈ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് തന്നു. വാഴക്കുളം തന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണല്ലോ. അതെ. നിങ്ങൾ ഈ വാഴക്കുളത്തേക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കാലം തുടരാൻ പറ്റും? ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് 3 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ്. കാരണം ഇതിൽ കാണിച്ച പോലെ ഈ പാട്ടത്തിനെടുത്താണ്, സ്വന്തമായിട്ടല്ല ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രോപ്പർട്ടീസ്. പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്. ആ 3 വർഷത്തേക്കാണ് ഇപ്പോൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് പൈസ? എങ്ങനെ കണക്കെന്താണ് പാട്ടത്തിന്? പാട്ടത്തിന് ഞങ്ങളുടെ പ്രദേശം റബ്ബർ അധിഷ്ഠിത മേഖലയാണ്. റബ്ബറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാർഷിക വിളയായിട്ടുള്ളത്. അപ്പോൾ ഒരു തോട്ടം റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇവർ തൈ ഭൂമിയുടെ ഉടമസ്ഥൻ വച്ചു കൊടുക്കും. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പൈനാപ്പിൾ കൊണ്ടുചെല്ലുമ്പോൾ ഈ പൈനാപ്പിൾ കൃഷിക്ക് തരുന്ന ആളുകൾക്ക് ഈ റബ്ബറും കൂടി പരിപാലിച്ചു കൊടുത്താൽ മതി. വളമാണേലും ഒക്കെ ഇട്ട് അത് പുല്ലൊന്നും കയറാതെ പരിപാലിച്ചു കൊടുത്താൽ മതി. വേറെ പണമോ അല്ലെങ്കിൽ വളമോ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഈ ഭൂമിയുടെ ഉടമസ്ഥനും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും തമ്മിലില്ല. ആകെയുള്ളത് ഈ അവർ വച്ചിരിക്കുന്ന റബ്ബർ തൈ ഒന്ന് ഈ 3 വർഷക്കാലത്തേക്ക് പരിപാലിച്ചു കൊടുക്കുക എന്ന ഒരു എഗ്രിമെന്റാണ്. നിങ്ങൾ ഈ പൈനാപ്പിളിന് വളമിടുന്നത് അത് റബ്ബറിനിടുന്ന ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? പൈനാപ്പിളിന് റബ്ബറിനും പൈനാപ്പിളിനും അല്ല, പൈനാപ്പിളിന് കുറച്ചുകൂടെ കെമിക്കലായ വളങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലേ ഒരേ സീസണിലൊക്കെ